ഹലോ, നിങ്ങളെല്ലാം യൂട്യൂബിൽ ഒരിക്കലും ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും റേറ്റ് യുവർ ഔട്ട്ഫിറ്റ് അല്ലേ? അപ്പൊ നമ്മൾ അതൊക്കെ കണ്ട് ഒരു ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. നമ്മൾ ഇനി അതൊന്ന് മാറ്റി പിടിക്കുവാണ് കേട്ടോ, ഒരു മോഡിഫൈഡ് വെർഷൻ. പക്ഷേ അതിന് ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു നീറ്റ് ആസ്പിരന്റിന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു നീറ്റ് റിപ്പീറ്ററിന്റെ ലൈഫിൽ അവർ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ എമറാൾഡ് ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നീറ്റ് ആസ്പിരന്റിനെ പരിചയപ്പെടാം. ആൻഡ് ആ നീറ്റ് ആസ്പിരന്റ് അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാനിപ്പോൾ എമറാൾഡ് ഹോസ്റ്റലിലെ ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. ഓൾറെഡി ഒരു റൂമിൽ ഞാൻ നോക്കിയപ്പം ഒരാൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഹായ് മോളെ. ഹായ്. അവിടെ ഇരുന്ന്. അപ്പം എന്താ മോളുടെ പേര്? ജിഹാന. ജിഹാന. ജിഹാന എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂരിൽ നിന്ന്. അപ്പോൾ ജിഹാന ഇവിടെ ഏത് ബാച്ചിലാണ് പഠിക്കുന്നത്? Q40. നമ്മുടെ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചാണ് അല്ലേ? മോളിപ്പം മോളെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ റേറ്റ് യുവർ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ ഔട്ട്ഫിറ്റിനെ പറ്റിയല്ല പറയാനുള്ളത്. ആസ് എ റിപ്പീറ്റർ നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് മിസ്സിനൊന്ന് പരിചയപ്പെടേണ്ടത്. അപ്പോൾ മോളൊന്ന് പരിചയപ്പെടുത്തി തരാമോ അത്? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് മിസ് ഔട്ട്ഫിറ്റ് ആണല്ലോ ആദ്യം പറഞ്ഞത്. ഔട്ട്ഫിറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളിവിടെ 4 ദിവസം യൂണിഫോമാണ്. 2 സെറ്റ് യൂണിഫോം ഉണ്ട്. ഒന്ന് ഇതാണ് റോയൽ ബ്ലൂ, പിന്നെ ഒന്ന് ഐസ് ഗ്രീൻ ആണ്. അപ്പോൾ ബുധനാഴ്ച നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ബാക്കി എല്ലാ ദിവസവും യൂണിഫോം. ഓക്കെ, ഒരു ദിവസം കളറും ബാക്കി ദിവസം യൂണിഫോം ആണ് അല്ലേ? ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് ID കാർഡ് ഉണ്ട്. ഇതിൽ നമ്മുടെ ബാച്ച് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ലൈബ്രറിയിൽ നമ്മൾ ബുക്സ് എടുക്കുകയാണെങ്കിൽ ഇത് QR കോഡ് ഇതാക്കിയിട്ടാണ് എടുക്കുക. ഓക്കെ, ഇതിൽ QR കോഡ് കൊടുത്താലാണ് ലൈബ്രറി നോക്കുന്നത്. ഓക്കെ. അപ്പോൾ മോളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് വരുന്നതാണല്ലേ? അപ്പോൾ ഒരു നോർമൽ ഡേയിൽ മോള് ഹോസ്റ്റലിൽ നിന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ മെറ്റീരിയൽസാണ് കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് 3 സ്റ്റഡി മെറ്റീരിയലാണ് ഉള്ളത്. അപ്പോൾ അത് ക്ലാസ്സിലേക്ക് എടുക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇത് ഞങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കും. ഓക്കെ, പഠിപ്പിക്കുന്ന അന്നേരം ഓരോ പോർഷൻ തീരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകും. പിന്നെ ഞങ്ങൾ NCERT എടുക്കും, ബയോളജി NCERT എടുക്കും. പിന്നെ നമ്മൾ ടാബ് എടുക്കും. അതായത് നമ്മൾ ഇത്ര ബുക്ക് കുറേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബുക്സ്, സ്റ്റഡി മെറ്റീരിയൽ, സ്റ്റഡി പാക്കേജ്, ലെക്ചർ നോട്ട്, ബ്രെയിൻ പോയിന്റർ, പ്രീവിയസ് ഇയറിൻ്റെ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി എടുത്ത് പോക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി അതൊരു ടാബ് എടുക്കും. അത് ഏത് സമയത്ത് നമുക്ക് എടുക്കാമല്ലോ. പിന്നെ നോട്ട്സ് ചെയ്താൽ ഞങ്ങൾ A4 ഷീറ്റ് കൊണ്ടുപോകും. നോട്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ A4 ഷീറ്റ് യൂസ് ചെയ്യും. ക്ലാസ്സിൽ നോട്ട്സ് ഒക്കെ പറയുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് നോട്ട് കൊണ്ടുപോകും. പിന്നെ പൗച്ച്, ഹൈലൈറ്റേഴ്സ്, പെന്ന്, പെൻസിൽ, ഇതൊക്കെ. പിന്നെ സ്റ്റിക്കി നോട്ട്സ്. നിങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും മെയിൻ ആണല്ലോ അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു പോയിന്റ് നോട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേഗം ഇതിൽ എഴുതി വെച്ചാൽ മതിയല്ലോ. വാളിന് സ്റ്റിക്ക് ചെയ്യാനാണെങ്കിൽ എപ്പോഴും നോക്കാമല്ലോ. മോള് പൗച്ചിൽ എന്തൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്? പൗച്ചിൽ പെന്ന്, പെൻസിൽ, ഹൈലൈറ്റേഴ്സ്, നല്ല പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഹൈലൈറ്റേഴ്സ്, സ്റ്റിക്കി നോട്ട്സ് അങ്ങനെയുണ്ട്. അപ്പോൾ മോളെ ഇവിടെ കുറേ ബുക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? ഇത് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ബുക്സാണ്. ഏകദേശം 27ഓളം ബുക്സ് ഉണ്ട്. സ്റ്റഡി പാക്കേജ്, സെക്കൻഡ് ഇയർ, ഫസ്റ്റ് ഇയർ, ഓരോ സബ്ജക്റ്റ് വൈസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഏകദേശം ഒരു ബുക്കിൽ തന്നെ 100 ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിന് ഉണ്ടാവും. പിന്നെ വർക്ക് ബുക്ക്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, പിന്നെ അസേഷൻ റീസൺ ബുക്സ് ഉണ്ട്. പിന്നെ പ്രീവിയസ് ഇയേഴ്സ്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമുക്ക് മോഡൽ എക്സാമിന് പോകുന്ന ആ സമയത്തൊക്കെ വേഗം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് പോലെ ബ്രെയിൻ പോയിൻറ്റേഴ്സ്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ്, ലെക്ചർ നോട്ട് ആൻഡ് ക്ലാസ് നോട്ടിന് പുറമെ തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ അധികം പോയിറ്റ്സ് അതിലുണ്ടാവും. ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കുന്നത്, ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ മോളെ ഇത് എന്ത് ബുക്കാണ്? ഇത് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്ന ബുക്കാണ്. നമുക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ചാപ്റ്റർ വൈസ് ഇതുണ്ടാവും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ ചെയ്യാൻ വേണ്ടിക്ക് ഇവിടെ വന്ന് ചെയ്യാൻ വേണ്ടിക്ക് ലൈബ്രറിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ബുക്സ്. അപ്പോൾ മോള് യൂഷ്വലി ലൈബ്രറി വിസിറ്റ് ചെയ്യാറുണ്ടോ? വലിയ ലൈബ്രറി തന്നെയാണ്. എല്ലാ തരം ബുക്സും ഉണ്ടാവും, ഓരോ സെക്ഷൻസ് ആയിട്ട്. ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ജെയ്ക്കാർക്ക് അവരുടേത് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ബുക്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഏത് തരം ബുക്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. കുറേ ഉണ്ട്. നീറ്റ് ഗൈഡ് ഉണ്ടാവും, നീറ്റ് ചാമ്പ്യൻ ഉണ്ടാവും, NTGൻ്റെ ബുക്ക്, സെൻഗേജിൻ്റെ ബുക്ക്, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതെ, ബുക്കിന് കുറവില്ല അല്ലേ? എത്ര വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും. ഇത് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞങ്ങൾ എക്സാംസ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് പോകും, അല്ലെങ്കിൽ അന്ന് തന്നെ പോകും. അപ്പം എങ്ങനെയുണ്ട് ഇതുവരെ എഴുതിയ എക്സാംസ് ഒക്കെ? എക്സാംസത്തെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്കിപ്പോൾ കഴിഞ്ഞ എക്സാമിന് വന്നതായിരിക്കില്ല പിറ്റേ എക്സാമിന് വരിക. ഓരോ ടൈപ്പ് A+നാണ്. രണ്ട് ടൈപ്പ് എക്സാം ഉണ്ട്. ഒന്ന് നീറ്റും NCERTയും ഒന്നിച്ച്, അതായത് നീറ്റ് ബേസ്ഡ് ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, NCERT ബേസ്ഡ് ഇത്ര ക്വസ്റ്റ്യൻസ്.
അതൊരു പേപ്പർ. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം A+ എക്സാം. അത് ഇഷ്ടമുള്ളവർക്ക് എഴുതാം. കുറച്ച് അത്യാവശ്യം അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ അത് എഴുതാണെങ്കിൽ അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ അതിൽ കുറേ നമ്മൾ കാണാത്ത ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഉണ്ടാവും. കുറച്ച് ലെവൽ കൂടിയതും ജെക്കാരുടെ ആ ഒരു ലെവലിലൊക്കെ ചിലപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും അത് എഴുതിയാൽ. ഓക്കെ, അപ്പം ഇത് എല്ലാ ദിവസവും മോള് കൊണ്ടുപോകാറുണ്ടോ? അല്ല, എക്സാംസ് കഴിഞ്ഞിട്ട് പിറ്റേന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി കൊണ്ടുപോകും. ഓക്കെ, അപ്പം പ്രൊഫസേഴ്സ് ഇത് പ്രൊഫസർ പറഞ്ഞുതരും, അവർ നല്ല രീതിയിൽ പറഞ്ഞുതരുമല്ലോ. ഓക്കെ, അപ്പം മോഡലൊക്കെ എഴുതില്ലായിരുന്നോ? ഇപ്പം ഇവിടെ വന്നിട്ട് ആദ്യത്തെ നീറ്റ് മോഡൽ എഴുതിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സാംസ് ആയിരുന്നു. നമ്മൾ വീട്ടിൽ പോയി വന്ന ഒരു ഇതിലാണെങ്കിലും അത്യാവശ്യം എഴുതാൻ പറ്റി നല്ല എക്സാംസ്. പിന്നെ ടാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലേണിംഗ് ആപ്പ് ബെസ്റ്റ് പാർട്ടാണ് ഇവിടുത്തെ. അതായത് എല്ലാത്തിൻ്റെയും സോഫ്റ്റ് കോപ്പി അതിലുണ്ട്. പിന്നെ പ്രീവിയസ് ഓരോ ഇയറിലെയും ക്ലാസ്സസ് ഉണ്ടാവും. നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറിയ പോയിൻ്റൊക്കെ മിസ്സായിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൊണ്ട് കാണാം. പിന്നെ അവിടെ പോയി ഡൗട്ട് ചോദിക്കേണ്ട ആവശ്യം വരത്തില്ല. ചിലപ്പം ഇതിൽ തന്നെ ചോദിക്കും. ഡൗട്ട് ക്ലിയറൻസിന് തന്നെ ഒരു ഇതുണ്ട്, ഡൗട്ട് സെക്ഷൻ. അതിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ ഒരു മണിക്കൂർ 5 ഉള്ളിലൊക്കെ പ്രൊഫസേഴ്സ് തന്നെ റിപ്ലൈ തരും. പിന്നെ ഡിസ്കഷനിലുണ്ട്. അതായത് ഓരോരാൾ ഓരോ ക്വസ്റ്റ്യൻസ് ഇടും, നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഓൺലൈൻ പോർഷൻസ് ഉണ്ടാവും, അത് കാണാം. പിന്നെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചാപ്റ്റർ വൈസ് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അങ്ങനെ ഓരോ ലെവൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. അപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് അവൈലബിൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു നീറ്റ് ആസ്പിരൻറ്റിൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അവർ ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും ഒരു സംശയമായിരിക്കും, ഈവൻ എനിക്ക് പോലും അറിയില്ലായിരുന്നു ഒരു നീറ്റ് ആസ്പിരൻ്റ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പം വളരെ വ്യക്തമായിട്ട് നമുക്ക് മോള് പറഞ്ഞു തന്നിട്ടുണ്ട് അവരെന്തൊക്കെയാണ് അവരുടെ ഒരു ദിവസം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. അപ്പോൾ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.